ബാക്ക് ടു Xylem Learning. നിങ്ങളുടെ സ്വന്തം പ്രിറ്റി മിസ് ആണ്. നമ്മളെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് ഒരൊറ്റ ലൈവ് ഓർഡർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് എന്നല്ലേ, അത് പറയാനാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അടിച്ചു പൊളിച്ച് പഠിക്കാനും എല്ലാം ക്ലിയർ കട്ടായിട്ട് പഠിക്കാനും ഒരേ ഒരു വഴിയുള്ളൂ, അത് നമ്മുടെ യോദ്ധ ബാച്ചാണ്. കാരണം താഴെ പോകുന്ന സ്ക്രോളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ ലഭിക്കുന്നതെന്ന്. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ചാപ്റ്റേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ 10th എത്തുവാണെങ്കിൽ തന്നെ എങ്ങനെയാണ് മാത്സും ഫിസിക്സും പഠിക്കുന്നത്, അതിനൊക്കെ ഓരോ രീതികൾ വ്യത്യാസമുണ്ട്. അതൊക്കെ പഠിപ്പിച്ച് തരാനാണ് നമ്മുടെ ഈ ഒരു ബാച്ച് ഉള്ളത്. ആ കാര്യം മറക്കണ്ട. ഇപ്പോഴും മടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ, അവിടെ കട്ടയ്ക്ക് സപ്പോർട്ടിന് നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻസ്ട്രുമെൻറ്റ് കമ്പൈൻ ഈസ് യൂസ്ഡ് ഫോർ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ, കമ്പൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. സോയിങ് ഓഫ് സീഡ്സ് ആണോ, ഹാർവെസ്റ്റിംഗ് ദ ക്രോപ്സ് ആണോ, ത്രഷിംഗ് ആണോ, അതോ ബോത്ത് ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ് ആണോ? ഇത് പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. മുന്നേയും നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാകും. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ബോത്ത് ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ് ആണ് അല്ലേ. ബോത്ത് ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ് ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? ബോത്ത് ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ? നമ്മൾ ഇറിഗേഷൻ നടത്തും. എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? പ്രോപ്പറായിട്ട് നമ്മുടെ അഗ്രികൾച്ചറിന് വേണ്ടി, നമ്മുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രോപ്പിന് വേണ്ടിയിട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇറിഗേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സസ് ഉണ്ട്. നല്ല ഫ്രഷ് വാട്ടർ അല്ലേ നമ്മൾ ചെടി നനയ്ക്കാൻ എടുക്കുക അല്ല, അതായത് പ്രോപ്പർ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ എന്താണ്, ചെടിക്ക് നല്ല ആവശ്യമുള്ള പ്രോപ്പറായിട്ടുള്ള വാട്ടറാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ റിസോഴ്സസ് ഇവിടെ നമുക്കറിയാം. വിച്ച് ഇസ് നോട്ട് എ സോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യാത്തത് ഏത് സോഴ്സ് ആണ് എന്നാണ്. ട്യൂബ് വെൽ ഉണ്ട്, ഡാംസ് ഉണ്ട്, അതുപോലെ തന്നെ ലേക്സ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്. ട്യൂബ് വെൽസ് നമ്മൾ വെള്ളം എടുക്കാറുണ്ട്, ഡാംസ് നിന്ന് എടുക്കും, ലേക്സ് എടുക്കും. പിന്നെയോ ഓഷ്യൻസ് നമ്മൾ എടുക്കുമോ? ഇല്ല. കാരണം എന്താണ്? ഉപ്പ് വെള്ളമാണ് അല്ലേ, അത് നമ്മൾ ഒരിക്കലും കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കില്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി എടുക്കില്ല. സോ ദിസ് ഈസ് നോട്ട് ദ സോഴ്സ്. ഓക്കെ, അപ്പം അത് നമുക്ക് ഓഡ് വൺ ഔട്ട് എടുക്കാം. നെക്സ്റ്റ് വൺ, ദ സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ്സ് കൾട്ടിവേറ്റഡ് അറ്റ് വൺ പ്ലേസ് ഓൺ ലാർജ് സ്കെയിൽ. പല തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച ഒരു ഡെഫിനിഷനാണ് അല്ലേ. ഒരു ലാർജ് സ്കെയിലിൽ ഒരു വലിയ ഒരു പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുകയാണ്, അതും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോപ്പ് എന്ന് പറയുന്നത്. ക്രോപ്പ് എന്ന് പറയുന്നത്. Then give 4 examples of fertilizers. ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പലതരത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു നൈട്രജൻ റിച്ചായ, ഫോസ്ഫറസ് റിച്ചായ, പൊട്ടാസ്യം റിച്ചായ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് ഈ ഒരു ന്യൂട്രിയൻസ് എത്തിച്ച് പ്ലാന്റ്സിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് ആഡിങ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് മക്കളെ യൂറിയ, അതുപോലെ അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, NPK എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Dash is the cutting of mature crop manually or by machines. മെച്യൂർ ആയ ക്രോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുറിച്ചെടുക്കുന്നു അല്ലേ. നല്ല നെല്ലൊക്കെ എന്താണ് നമ്മുടെ പാടത്ത് വിളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊയ്തെടുക്കും. ആ ഒരു കട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കട്ടിങ് ഓഫ് ദി മെച്യൂർ ക്രോപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ? എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് എഴുതണം. വാട്ട് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എഴുതാം. ഇത് മുഴുവൻ എഴുതിയാൽ മാത്രമേ നമുക്ക് 3 മാർക്ക് കിട്ടൂ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ അത് ഡിഫൈൻ ചെയ്യേണ്ടേ. ക്രോപ്പ് റൊട്ടേഷൻ ഇസ് എ വേ ഓഫ് റീസ്റ്റോറിങ് ന്യൂട്രിയൻസ് ഇൻ ദ സോയിൽ ബൈ പ്ലാന്റിങ് വേരിയസ് ക്രോപ്സ് ഇൻ ഓർഡർ അല്ലേ. നമ്മൾ ഒരു പാടത്ത് തന്നെ, നമ്മളുടെ അടുത്തൊരു ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡിൽ എല്ലാ കൊല്ലവും ഒരേ കൃഷി തന്നെ
ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ കൃഷി കൊണ്ട് അല്ലെങ്കിൽ ആ ക്രോപ്പ് എന്ത് ചെയ്യും, ആ സോയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അപ്ടേക്ക് ചെയ്യും. നേരെ മറിച്ച് പ്ലാന്റ്സ് നമ്മൾ മാറ്റി കൊണ്ടു കൊടുത്താൽ എന്ത് ചെയ്യും, ഓരോ പ്ലാന്റ്സും വലിക്കുന്ന അല്ലെങ്കിൽ അവർ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് വേരി ചെയ്യും. സോ ഗ്രോയിങ് ലെഗ്യൂംസ് ആസ് ഫോർഡർ വൺ സീസൺ ആൻഡ് വീറ്റ് ഇൻ ദ നെക്സ്റ്റ് വൺ ആസ് എൻ എക്സാമ്പിൾ. അപ്പം ഒരു സമയത്ത് നമ്മുടെ ആ ഒരു വീറ്റ് ഉണ്ടാക്കുന്ന സമയം അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്തു, ഹാർവസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അതേ സോയിലിൽ അതേ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്തു, ലെഗ്യൂംസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഒക്കെ ഉണ്ട്, അവിടെ നല്ല രീതിയിൽ നൈട്രജൻ സോഴ്സ് എത്തും. അതുമാത്രമല്ല സോയിൽ നല്ലോണം ഫെർട്ടിലിറ്റി കൂട്ടാനും സഹായിക്കും. സോ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്? ബിക്കോസ് ഇറ്റ് എയ്ഡ്സ് ഇൻ നൈട്രജൻ റീപ്ലനിഷ്മെൻറ്റ് ഇൻ ദ സോയിൽ. സോയിലിൽ നൈട്രജൻ്റെ സോഴ്സ് കൂട്ടാൻ ഈ ഒരു രീതി സഹായിക്കുന്നുണ്ട് ലെഗ്യൂംസ് നമ്മൾ ഇതുപോലെ ഇടകലർത്തി കൃഷി ചെയ്യുമ്പോൾ. സോ ക്രോപ്പ് റൊട്ടേഷൻ വളരെ റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ വരുന്നതാണ്, പീരിയഡായിട്ട് വരുന്നതാണ്. ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി ചൂസ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് റീസൺ ഫോർ ദ സെയിം. അപ്പോൾ ഇവിടെ ഓഡ് വൺ ഔട്ട് എഴുതണം, അതിനൊരു മാർക്ക് കിട്ടും. രണ്ടാമത്തെ അതിൻ്റെ റീസണും നമുക്ക് എഴുതണം. മോട്ട് ദേക്ലി സിക്കിൾ രാഹത്ത്. നമ്മൾ പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ദേക്ലി മോട്ട് രാഹത്ത് ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്, ട്രഡീഷണൽ ഇറിഗേഷൻ ടൂളിൽ പഠിച്ചതാണ് അല്ലേ. ഇറിഗേഷന് വേണ്ടി പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡുകളാണ് ഇതൊക്കെ. അവിടെ ഒളിച്ചിരിക്കുന്ന ഓഡ് വൺ ഔട്ട് ആരാണ്, നമ്മുടെ സിക്കിളാണ്. അരിവാൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, കൊയ്യാനാണ് അല്ലേ. അപ്പം ഹാർവെസ്റ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സോ സിക്കിൾ സ്റ്റാൻഡ്സ് ഔട്ട് അറ്റ് ദ ഓഡ് വൺ ഔട്ട്. ഓൾ ഓഫ് ദ അതേഴ്സ് ആർ ആൻഷ്യന്റ് ഇറിഗേഷൻ സിസ്റ്റം. സിക്കിൾ ഇസ് എ ടൂൾ ഫോർ ഹാർവെസ്റ്റിംഗ് ക്രോപ്സ്. എന്താണ് റീസൺ എന്നും കൂടി ചെയ്താൽ 2 മാർക്ക് നാ പിടിച്ചോ എന്നും പറഞ്ഞ് കിട്ടും അല്ലേ. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓരോ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാനുവർ, ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ, അഗ്രികൾച്ചർ ടെക്നിക്സ് ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. അപ്പം ഓരോ മാർക്കിനനുസരിച്ച് വേണം ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. റാബി ക്രോപ്സും ഖാരിഫ് ക്രോപ്സും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ റാബി ക്രോപ്സ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾസ് കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. See you then and bye bye.